നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 473. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 473. ഇന്നലെ ഞാനൊരു എപ്പിസോഡ് പറഞ്ഞു. പക്ഷേ ചില ടെക്നിക്കൽ ഇഷ്യൂ കാരണം ഈ സ്പേസ് ക്രഞ്ച് വരെ കാരണം ചിലത് ഞാൻ ഡിലീറ്റ് ചെയ്തു. യൂട്യൂബിൽ എയർ ചെയ്യണതിൻ്റെ മുമ്പ് കഷ്ടകാലത്തിന് 33 മിനിറ്റ് സംസാരിച്ച എപ്പിസോഡും പോയി. ഇനി എൻ്റെ ബുദ്ധിമോശമാണോ വിചാരിച്ചിട്ട് ഞാനത് പക്ഷേ ഈ അതാത് സമയത്ത് ഡിലീറ്റ് ചെയ്തത് പിന്നെ രണ്ടാമത് പെർമനൻ്റ്ലി ഡിലീറ്റ് ചെയ്താൽ പിന്നെ അത് രക്ഷയില്ല. എന്നിട്ട് ഞാൻ ഒരു 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 എക്സ്പെർട്ടിനെ കൊണ്ട് 1.5 മണിക്കൂർ ശ്രമം കൊണ്ട് അയാളെ വിളിച്ച് വരുത്തി നോക്കിയപ്പോൾ അയാൾ കൊണ്ട് രാജേട്ടാ ഇല്ലേ പോയി. അപ്പോൾ എന്തായാലും നല്ലതിനെന്ന് വിചാരിക്കുക, അല്ലാണ്ട് ഇപ്പോൾ നമുക്കൊന്നും ചെയ്യാമല്ലോ. പറഞ്ഞ തന്നെ പറയാൻ ഒരു പിന്നെ കുറച്ചുകൂടി എളുപ്പമാവുമെന്ന് വിചാരിക്കണം. ഞാൻ കുറച്ച് ടഫായിട്ടുള്ള ഒരു അല്ലെങ്കിൽ വലിയ ഒരു എന്താ പറയുക ആസ്വാദനം എന്ന് പറയാൻ എനിക്ക് പറ്റില്ല. പക്ഷേ മർമ്മങ്ങളായിട്ടുള്ള ഉപദേശങ്ങളാണ് ആ എപ്പിസോഡിലുള്ളത്. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ 219 എപ്പിസോഡ് 28 അവസാനത്തെ ശ്ലോകം പറഞ്ഞിട്ടാണ് നിർത്തിയത്. പുണ്യപ്രദം പാവനം അംബരീഷചരിതം അമ്പേന്തിയിരുന്നു കേട്ടും കീർത്തിച്ചും ആവോളവും ഉള്ളിലോർത്തും ശീലിക്കുവോൻ ഉത്തമ ഭക്തിമാനാം എന്ന് പറഞ്ഞാണ് നിർത്തിയത്. അപ്പോൾ ഇന്ന് മാന്ധാന്താവും സൗഭരിയും എന്നുള്ള ഭാഗം സർഗം 220. അതിൽ ഒന്നാമത്തെ ശ്ലോകം പറഞ്ഞത് അംബരീഷാത്മജന്മാരാം വിരൂപൻ ശംഭുകേതുമാൻ വിരൂപപുത്രൻ പൃഷദശ്യൻ്റെ പുത്രൻ രഥീധരൻ അവരുടെ വംശവിസ്താരാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ പുത്രൻ രഥീധരൻ എന്ന് പറഞ്ഞ രണ്ടാമത്തെ ശ്ലോകത്തിലേക്ക് കടക്കുമ്പോൾ പറഞ്ഞു പുത്രനില്ലാഞ്ഞവൻ പ്രാർത്ഥിക്കുകയാൽ തൻ്റെ പത്നിയിൽ അങ്കിരസ്സു ജനിപ്പിച്ചാൻ ബ്രഹ്മവർച്ചസ്യമാർകളെ. അപ്പോൾ പിന്നെ പൃഷദശ്യൻ്റെ പുത്രൻ രഥീധരന് തൻ്റെ ഭാര്യയിൽ കുട്ടികളുണ്ടായില്ല. അപ്പോൾ പണ്ടൊക്കെ ഈ രാജ്യം അന്യം നിന്ന് പോവാതെ ഇരിക്കാൻ ഋഷീശ്വരന്മാരെ വിളിച്ച് പുത്രോത്പാദനം ചെയ്യിപ്പിക്കുന്ന ഒരു രീതിയുണ്ട്. ഇപ്പോൾ മഹാഭാരതം ശരിക്കും വായിച്ച് പഠിച്ചാൽ നമ്മൾക്ക് മനസ്സിലാവും. കാർത്തിവീര്യാർജുനൻ്റെ രണ്ട് ഭാര്യമാരിൽ വളരെ കാലം കഴിഞ്ഞിട്ടും അദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല. അങ്ങനെ ഇദ്ദേഹം അസുഖം പിടിച്ച് മരിക്കുകയും ചെയ്തു കാർത്തിവീര്യാർജുനൻ. അപ്പോൾ അമ്മയുടെ വാക്ക് കേട്ട് കാർത്തിവീര്യാർജുനൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള വ്യാസരോടാണ് പറഞ്ഞത് അനിയൻ്റെ ഭാര്യമാരിൽ പുത്രോത്പത്തി ചെയ്യണമെന്ന് പറഞ്ഞു. അത് അമ്മയുടെ വാക്യം ശാസ്ത്രങ്ങൾക്ക് മേലെയാണ്. അത് ശരിയോ തെറ്റോ എന്നുള്ളതല്ല. അമ്മയുടെ വാക്ക് ദേവവാക്യമാണ്. മാതൃദേവോ ഭവ പിതൃദേവോ ഭവ ആചാര്യദേവോ ഭവ. പിതൃദേവോ ഭവ എന്നുള്ളതിൽ പിന്നെ പരശുരാമനോട് തൻ്റെ അമ്മയുടെ കഴുത്ത് വെട്ടാൻ പറഞ്ഞു. കഴുത്ത് വെട്ടി. നിനക്ക് എന്താ വരം വേണ്ടത് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിങ്ങനെ കഴുത്ത് വെട്ടിയതായിട്ട് അമ്മയ്ക്ക് തോന്നാനും പാടില്ല, അമ്മ ജീവിക്കും വേണമെന്ന് പറഞ്ഞു. അപ്പം ഈ കഥകളൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. സനാതനധർമ്മത്തിൽ അസാധ്യമായിട്ടുള്ളത് ഒന്നുമില്ല. അതുകൊണ്ട് പുത്രനില്ലാത്തവൻ പ്രാർത്ഥിക്കുകയാൽ തൻ്റെ പത്നിയിൽ അങ്കിരസ്സു ജനിപ്പിച്ചാൻ ബ്രഹ്മവത്സസ്യമാർകളെ. ബ്രഹ്മാവും ക്ഷാത്രവും വേണ്ടും വിധം യോജിച്ചു നിൽക്കയാൽ. അതായത്
ബ്രഹ്മവും ക്ഷത്രിയത്വവും ബ്രാഹ്മണ്യവും ക്ഷത്രിയത്വം ഒത്തു നിൽക്കുക. കാരണം ബ്രഹ്മവും ക്ഷാത്രവും വേണ്ടും വിധം യോജിച്ചു നിൽക്കയാൽ രഥീതരന്മാരിൽ വിളങ്ങിടിനാരവരത്രയും. കുട്ടികൾ വളരെ കേമന്മാരായി. തുമ്പുമ്പോൾ മനുവിൻ മൂക്കിൽ നിന്ന് ഇക്ഷ്വാകു പിറന്നതാം. ഇക്ഷ്വാകു മനുവിൻ മൂക്കിൽ നിന്ന് മനു ഒന്ന് തുമ്പി. അപ്പം മനുവിൻ്റെ മൂക്കിൽ നിന്ന് വന്ന കുട്ടിയാണ് ഇക്ഷ്വാകു. അതല്ലേ പറഞ്ഞത്, ഭഗവാൻ ഈശ്വരകാരുണ്യമുള്ളവർക്ക് എങ്ങനെ വേണമെങ്കിലാവും, ഇല്ലാത്തവർക്ക് ഒരു കാര്യമില്ല. അപ്പോൾ തുമ്മുമ്പോൾ മനുവിൻ മൂക്കിൽ നിന്നിക്ഷാകു പിറന്നതാം തൻ പുത്രൻ 100 ജ്യേഷ്ഠന്മാർ വികുക്ഷാദികൾ 3 പേർ. 3 ആൾക്കാർ, തൻ പുത്രർ 100 ജ്യേഷ്ഠന്മാർ. 100 ആളുണ്ട്, അതിൽ മൂത്തവർ 3 ആളുടെ പേര് പറഞ്ഞു. വികുക്ഷാദികൾ 3 പേർ. മുൻവംശം പിൻവംശം ഭാഗ്യച്ചാരവർ അവർ മുൻവംശം പിൻവംശം ഭാഗ്യച്ചാര്യാവർത്തം. ആര്യാവർത്തത്തെ 50 ആൾ. ആര്യാവർത്തം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഭാരത ഭൂമണ്ഡലം എന്നർത്ഥമായി. ആര്യാവർത്തം. ഇന്നലെ എനിക്കത് മുഴുവനായിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നു, ചിലപ്പോൾ അതുകൊണ്ടാവും ഇന്ന് പോയത്. ആര്യാവർത്തം. അപ്പോൾ മുൻവശം പിൻവശം അതായത് കിഴക്ക് ഭാഗം പടിഞ്ഞാറ് ഭാഗം അങ്ങനെ പറയാം. ഈ രാജധാനിയുടെ കിഴക്ക് ഭാഗം കുറച്ച് 50 ആൾക്ക്, പിൻഭാഗം 50 ആൾക്ക്. മുൻവശം പിൻവശം ഭാഗിച്ചാർ ആര്യാവർത്തത്തെ 50 ആൾ ഭരിച്ചാർ 3 പേർ മധ്യം ബാക്കിയുള്ളോറുകൾ മറ്റിടം. ഒരു നാൾ ശ്രാദ്ധത്തിന് കൊള്ളുന്ന മാംസമായുടൻ കൊണ്ടുവരാനച്ഛൻ വികുക്ഷിയോട് ചൊൽകവേ. വികുക്ഷി എന്ന ആളുടെ അച്ഛൻ പറഞ്ഞു, മോനെ നമ്മൾക്ക് നാളെ ഒരു ശ്രാദ്ധം നടത്താണ്ട്, അതിന് പറ്റിയ മാംസം കൊണ്ടുവാ എന്ന് പറഞ്ഞു. ഒരു നാൾ ശ്രാദ്ധത്തിന് കൊള്ളുന്ന മാംസമായി ഉടൻ കൊണ്ടുവരാനച്ഛൻ വികുക്ഷിയോട് ചൊൽകവേ. പെട്ടെന്ന് കാട്ടിൽ ചെന്നു ആവുന്നവയെ കൊന്നലഞ്ഞവൻ. ആവുന്നവയെ എന്ന് പറഞ്ഞതാ കിട്ടുന്നത് എന്നർത്ഥം. വിശന്നു മുയലിൻ മാംസം ഓർക്കാതെ തിന്നുപോയി. ഇനിയിപ്പോൾ എന്താ ചെയ്യുക? കുറച്ച് മാംസം കിട്ടി, അതിൽ കുറച്ച് മാംസം ഇയാൾ ഭക്ഷിച്ചു. അത് വേവിച്ച് കഴിച്ചോ പച്ച കഴിച്ചോ എന്നുള്ളത് ചോദ്യമില്ല, കഥയിൽ ചോദ്യമില്ല. വിശന്നു മുയലിൻ മാംസം ഓർക്കാതെ അതായത് ഇത് പാപമാണ്, ശ്രാദ്ധത്തിനുള്ളതാണ് എന്ന ധാരണയില്ലാതെ കൊണ്ട് തിന്നുപോയി. ശിഷ്ടം പിതാവിനേൽപ്പിച്ചാനത്. അപ്പം താൻ കഴിച്ചിട്ടുള്ളതിൻ്റെ ബാക്കി ഇതാ അച്ഛൻ പറഞ്ഞ പോലെ ശിഷ്ടം പിതാവിനേൽപ്പിച്ചാനത് നോക്കിയുടൻ ഗുരു വികുക്ഷി തിന്നതിൻ ബാക്കി പറ്റില്ലെന്നൊരു ചെയ്കവേ. അപ്പോൾ അച്ഛന് വലിയ പ്രശ്നമൊന്നുമില്ല, അച്ഛനൊന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ അച്ഛൻ്റെ ഗുരു രാജഗുരു മനസ്സിലാക്കി, അദ്ദേഹത്തിന് ദിവ്യശക്തി ഉണ്ട്. ഇയാൾ കുറച്ച് ഭക്ഷിച്ചതിൻ്റെ ഉച്ഛിഷ്ടമാണ് കൊടുക്കുന്നത്, ഇത് ശ്രാദ്ധത്തിന് പറ്റില്ല എന്ന് അദ്ദേഹം. മകൻ ചെയ്തിടിന മഹാദുഷ്കൃതം അറിഞ്ഞുടൻ സ്നേഹം കാട്ടിലതൻ നാട്ടിൽ നിന്നകറ്റി നൃപോത്തമൻ. ഇതാണ് പണ്ടത്തെ രീതി. പണ്ട് മക്കള് തെറ്റ് ചെയ്താൽ ശിക്ഷിക്കും, ചിലപ്പോൾ നിഷ്കാസനം ചെയ്യും, കടന്നു പോ പറയും. ഇപ്പോഴത്തെ കടക്ക് പുറത്തെ പറഞ്ഞ മാതിരിയല്ല, അതങ്ങനെ ഉണ്ട്. അപ്പോൾ മകൻ ചെയ്തിടിന മഹാദുഷ്കൃതം അറിഞ്ഞുടൻ സ്നേഹം കാട്ടിയില്ല. സ്നേഹം കാണിക്കാനുള്ളതല്ല, മമതയാണ്. തെറ്റിനെ മൂടി വെച്ചാൽ മമതയാണ്. അപ്പോൾ ഇദ്ദേഹം വളരെ നല്ല കാര്യം ചെയ്ത്. ആ മകൻ ജീവിതത്തിൽ തെറ്റ് ചെയ്യില്ല. ഇത് വായിച്ച് മനസ്സിലാക്കിയവർ, ഞാൻ എന്തുകൊണ്ടാണ് നിങ്ങളോട് 8, 10, 12 വയസ്സിൽ ഇതൊക്കെ പഠിച്ചിരിക്കുന്നത് പറയാൻ കാരണം, നമ്മൾക്ക് ഇപ്പോഴത്തെ അച്ഛനമ്മമാരുടെ ആവശ്യം എന്താ? കുട്ടി നല്ല ഫുട്ബോൾ പ്ലെയർ ആവണം, അല്ലെങ്കിൽ ക്രിക്കറ്റ് ആവണം, അല്ലെങ്കിൽ ബോക്സിങ് ആവണം. കാശ് എങ്ങനെ കിട്ടുക? പഠിക്കാണ്ട് എങ്ങനെ ജോലി കിട്ടും? അതാണ് എല്ലാവരുടെയും. അപ്പം നമ്മൾക്കൊരു ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ സനാതനധർമ്മം ഫോളോ ചെയ്യുകയാണെങ്കിൽ അതിൽ എന്ത് ചെയ്യണം? ആൾമൈറ്റിക്ക് പ്രീതികരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പാടുള്ളൂ. ആൾമൈറ്റി എന്ന് പറഞ്ഞാൽ
ജനിക്കാത്തവൻ എന്നർത്ഥം പറയാം. എപ്പോഴും എവർ എക്സിസ്റ്റിംഗ് എന്നർത്ഥം. ആദിദേവൻ എന്നൊക്കെ പറയുമല്ലോ പേരും ആൾക്കാർക്ക്. അപ്പോൾ അതിനൊക്കെ സംജ്ഞകൾക്ക് പ്രമാണമുണ്ട്. അപ്പോൾ സ്നേഹം കാട്ടിലതന്നാട്ടിൽ നിന്നകറ്റി നൃപോത്തമൻ. അടുത്തത് 10ാമത്തെ ശ്ലോകം. വസിഷ്ഠൻ ഉപദേശിച്ച വിധം യോഗം വഴിക്കുടൻ ഇക്ഷ്വാകുഭൂപൻ ദേഹം വിട്ടണഞ്ഞാൻ പരംപദം. അപ്പോൾ വസിഷ്ഠൻ ഉപദേശിച്ച പോലെ, രാജഗുരു ഉപദേശിച്ച പോലെ യോഗം വഴിക്കണം, ഭക്തിയോഗം, ഭക്തിയുടെ പാരമ്യത്തിൽ ഇക്ഷ്വാകുഭൂപൻ ദേഹം വിട്ടണഞ്ഞാൻ പരമം പദം. വിഷ്ണുപദം പോകി. അപ്പം എന്ത് ചെയ്തു? ശശാദനെന്നു പേർ കൊണ്ട വികുക്ഷിയുടൻ. അപ്പം ഈ വികുക്ഷിയാണല്ലോ, വികുക്ഷിയോടാണല്ലോ മാംസം കൊണ്ടുവരാൻ പറഞ്ഞത്. അദ്ദേഹമാണല്ലോ ഈ മുയലിൻ്റെ മാംസം കഴിച്ചു എന്ന് പറഞ്ഞില്ല. അപ്പം അയാൾക്ക് ശശാദൻ, അതായത് സംസ്കൃതത്തിൽ ഈ മുയലിൻ്റെ പേരാണ്. അതിനെ അശിച്ചവൻ, ശശാദൻ, ശശാദൻ എന്നു പേർ കൊണ്ട വികുക്ഷിയുടൻ ഈ മഹീ പാലിച്ചു പലയജ്ഞം ചെയ്ത് ഈശ്വരപ്രീതി നേടിനാൻ. ഈശ്വരപ്രീതി അത് വലിയൊരു വാക്കാണ്. ഈശ്വരൻ്റെ പ്രീതിക്ക് വേണ്ടിയിട്ടാവണം യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യണത്. യാഗങ്ങളും യജ്ഞങ്ങളും ചെയ്യണത് ഈശ്വരൻ്റെ പ്രീതിക്കായിരിക്കണം. ദേവതകളെ പ്രീതിപ്പെടുത്തിയാൽ പുനരഭിജനനം മരണമാണ്. കാലചക്രപ്രവാഹത്തിൽ പെട്ട് മായയിൽ അതാവും. അപ്പോൾ ഈശ്വരൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രഹ്മചൈതന്യം, അത്രയേ ഉള്ളൂ. അപ്പോൾ കഥയാണെങ്കിലും ഇത് നമ്മൾ മനസ്സിലാക്കണം. അതാണ് വൃക്ഷത്തിൻ്റെ മൂട്ടിൽ നനച്ചാൽ മതി, ഇലകളിൽ നനയ്ക്കേണ്ട ആവശ്യമില്ല എന്നൊക്കെ പറയും. അവൻ്റെ മകനാണ് ഇന്ദ്രവാഹനെന്ന് എന്ന പുരംജയൻ. അപ്പോൾ ഈ ശശാദനും കാലഹരണപ്പെട്ടു. അപ്പോൾ ഈശ്വരപ്രീതി നേടി. അപ്പം ശശാദൻ്റെ മകനാണ് ഇന്ദ്രവാഹനൻ എന്ന് പറഞ്ഞ അർത്ഥം ഇന്ദ്രനെ വാഹനമാക്കിയവൻ എന്നർത്ഥം പറയണം. അപ്പം ഇന്ദ്രനെ വാഹനമാക്കിയവൻ അവൻ പുരംജയൻ, അതായത് യുദ്ധം ജയിച്ചവൻ അർത്ഥമായി. പുരംജയൻ. കകുൽസ്ഥൻ എന്നും അവന് പുരഞ്ജയൻ എന്ന് പേരുണ്ടായി. കകുൽസ്ഥൻ എന്നു പേരാർന്നോനതിൻ കാരണമോതിടാം. എങ്ങനെയാണ് ഇന്ദ്രവാഹനനായത്? അതാണ് ഇനി പറയാൻ പോണത്. ദേവാസുരന്മാർ അന്യോന്യം ഘോരയുദ്ധം നടന്നതിൽ തുണപ്പാൻ ഈ മഹാനോട് കെഞ്ചിനാർ വന്നു ദേവകൾ. ദേവാസുരന്മാർ അന്യോന്യം ഘോരയുദ്ധം നടന്നതിൽ തുണപ്പാൻ ഈ മഹാനോട് കെഞ്ചിനാർ വന്നു ദേവകൾ. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ദേവന്മാർക്ക് ആസുരീയ പ്രകൃതികളെ ദുർമാർജന അവരെ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ ഭൂമിയിൽ വന്ന ക്ഷത്രിയ ഗുണമുള്ള രാജാക്കന്മാർ ആവശ്യമാണ് നമുക്ക് മനസ്സിലായി. അപ്പോൾ അതല്ലേ വലിയ വലിയ യാഗങ്ങളും ഒക്കെ എവിടെ നടക്കുന്നത്? ഭൂമിയിലാണ്. അപ്പോൾ ദേവതന്മാർ ഈ ക്ലാസ് കോൺഷ്യസ് പ്രകാരം അല്ലേ അങ്ങനെ പറയാ ഗുരുത്വം സമ്പാദിച്ചിട്ട് അവർ ദേവലോകത്തുണ്ട് എന്നല്ലാണ്ട് ആടാനും പാടാനൊക്കെ ആൾക്കാരുണ്ട് അവിടെ. പക്ഷെ ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ അവരെന്ത് വേണം? ഭൂമിയിൽ വരണം. അപ്പോൾ പറഞ്ഞു തുണപ്പാൻ ഈ മഹാനോട് കെഞ്ചിനാർ വന്നു ദേവകൾ വരും ഇന്ദ്രൻ വാഹനമാവുകിൽ. അപ്പം ഇദ്ദേഹം പറയാണ്, ഈ പുരഞ്ജയൻ കാകുൽസ്ഥൻ പറയാണ്, ഇന്ദ്രൻ എൻ്റെ വാഹനമായാൽ ഞാൻ യുദ്ധം ചെയ്യാം, വേണോ പറഞ്ഞോളൂ, ഇല്ലെങ്കിൽ ഞാൻ വരണില്ല എന്ന് പറഞ്ഞു. ധൈര്യം വരും നമുക്ക് ഇന്നത്തെ കാലത്ത് അങ്ങനെ ഉണ്ടല്ലോ. അപ്പോൾ ഇന്ദ്രന് കാര്യം നേടണമെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ സൗകുമാരം വേണമെങ്കിൽ ഇദ്ദേഹം പറഞ്ഞത് കേൾക്കണം. അതുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ പറയണു വരും ഇന്ദ്രൻ വാഹനമാവുകിൽ എന്നുര ചെയ്കവേ ലജ്ജ വിട്ട ഇന്ദ്രൻ അജിതൻ ചൊൽകയാലൊരു കാളയായി. അപ്പോൾ ഈ ഇന്ദ്രന് പൊതുവെ ധാർഷ്ട്യം കൂടും, ഞാൻ കേമനാണ് എന്നുള്ളൊരു തോന്നലുണ്ടാവും. പക്ഷേ അജിതൻ ബ്രഹ്മാവ് പറഞ്ഞു തനിക്ക് യുദ്ധം ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ ഇയാൾ പറഞ്ഞത് കേട്ടോളൂ എന്ന് പറഞ്ഞു. അല്ലേ? അപ്പം നമ്മൾക്ക് മേലെ ആൾക്കാർ പറഞ്ഞാൽ നമ്മൾ കേൾക്കാൻ തയ്യാറാവണം. അല്ലാതെ കണ്ട് വെറുതെ ഒഴുക്കൻ മട്ടിൽ ഞാൻ പറഞ്ഞതാണ് ശരിയെന്ന് പറയരുത്.
മറ്റുള്ളവർ പറയുന്നതിലും ശരിയുണ്ട്, നമുക്ക് വിയോജിക്കാം. പക്ഷേ ഒരാളേനും ഒടിക്കുന്നതിനെ പൊട്ടിക്കാൻ പാടില്ല, വളയ്ക്കുന്നതിനെ വളയ്ക്കാം, ഒടിച്ചു പോകരുത്. സനാതനധർമ്മം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സങ്കീർണങ്ങളായ കാര്യങ്ങൾ ഭഗവാൻ ഗീതയിൽ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? അപ്പോൾ ഗീതയിൽ പറഞ്ഞിട്ട് ഇത് താൻ സ്വീകരിക്കണമെന്ന് ഒരിക്കലും അർജുനോട് പറഞ്ഞില്ല. ഇനി തൻ്റെ ഇഷ്ടം, ഭഗവത്ഗീതയിൽ ഭഗവാൻ പറഞ്ഞത്, മനസ്സിലായില്ലേ? അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? അപ്പോൾ ലജ്ജ വിട്ട ഇന്ദ്രൻ അജിതൻ ചൊൽകയാലൊരു കാളയായി, അതായത് ബ്രഹ്മാവ്, അജിതൻ എന്ന് പറയണമെങ്കിൽ ബ്രഹ്മാവ് പറയ കാരണം. എന്നിട്ടോ 15-ാമത്തെ ശ്ലോകം, പോർച്ചട്ട കൂർത്ത ബാണങ്ങൾ ദിവ്യചാപവും മാർന്നവൻ കൂറ്റൻ കാളപ്പുറത്തേറി വിഷ്ണു തേജസ്സിൽ മിന്നുവോൻ. ഇവിടെ വലിയൊരു കാര്യമുണ്ട്. ചിലവർക്ക് ഇപ്പോഴും ഉറപ്പില്ല. ഏകമായ പരബ്രഹ്മം ത്രിവിധമായി പിരിഞ്ഞു. രജോ ഗുണം ബ്രഹ്മാവും, തമോ ഗുണം പരമശിവനും, സാത്വിക ഗുണം മഹാവിഷ്ണുവും. അപ്പോൾ കാര്യം വരുമ്പോൾ ഇവരൊന്നാണെങ്കിലും ഗുണസാമ്യം നോക്കുമ്പോൾ സാത്വിക ഗുണമാണ് ഈശ്വരൻ അടുത്ത് നിൽക്കുന്നത്. പക്ഷേ സാത്വിക ഗുണം നിൽക്കുമ്പോഴും നമ്മൾക്ക് ദുരഭിമാനം വരാൻ പാടില്ല. ഞാൻ രാജാവാണ്, ഞാൻ സന്യാസിയാണ്, അങ്ങനെ വരരുത്. അപ്പോൾ അതിനെന്ത് വേണം? ആ സാത്വിക ഗുണത്തെ കൂടി ത്യജിച്ചാൽ മാത്രമേ ഗുണാതീതമായിരിക്കുന്ന ചൈതന്യത്തെ പ്രാപിക്കാൻ പറ്റുള്ളൂ. അത് വിഷ്ണുവാണ്, ആദിദേവ്, എവർ എക്സിസ്റ്റിംഗ് എന്നർത്ഥം പറയണം. ജനിച്ചതല്ല, വിഷ്ണു ജനിച്ചതല്ല. അതുകൊണ്ടാണ് പറഞ്ഞത് വിഷ്ണു തേജസ്സിൽ മിന്നുവൻ. അപ്പം അതിൽ ഞാൻ അവിടെ റെഫറൻസ് 4 എന്ന് എഴുതിയിട്ടുണ്ട്. ശ്ലോകം 4 എന്നർത്ഥം. തുമ്പുമ്പോൾ മനുവിൻ മൂക്കിൽ നിന്നിക്ഷാകു പിറന്നതാം തൻ പുത്രൻ 100 ജ്യേഷ്ഠന്മാർ വികുക്ഷാദികൾ 3 പേർ. അതായത് ഈശ്വരപ്രസാദാണ്. അതുകൊണ്ടാണ് വിഷ്ണു തേജസ്സിൽ മിന്നുവോൻ. അപ്പം ബ്രഹ്മാവ് പറഞ്ഞിട്ട് ഈ ദേവന്മാരുടെ നാഥനായിരിക്കുന്ന ഇന്ദ്രൻ കൂടി കാളയായിട്ട് ഇദ്ദേഹത്തോണ്ട് പറയണം, എൻ്റെ പുറത്ത് കയറിക്കോളൂ, ഞാൻ അങ്ങയുടെ വാഹനാണ് എന്ന്. പടിഞ്ഞാറോട്ട് ചെന്നെത്തി വളഞ്ഞൂരിപ് മന്ദിരം. അതായത് ഈ എന്താ പറയുക, പോർച്ചട്ടിയും കൂർത്ത വാണങ്ങളൊക്കെ ആയിട്ട് ഈ രാജാവ് എവിടെ? അവരുടെ പടിഞ്ഞാറോട്ട് ചെന്നെത്തി. വളഞ്ഞൂരിപു മന്ദിരം, ശത്രു മന്ദിരം. വിണ്ണവന്മാരോടും കൂടി പുറപ്പെട്ടു പുരഞ്ജയൻ. പുരഞ്ജയൻ എന്നുള്ള പേരുണ്ടല്ലോ. പുരഞ്ജയൻ പുറപ്പെട്ടു. ഭയങ്കര മഹായുദ്ധത്തിങ്കൽ അന്ന് യമാലയം ഭോഗിനാരത്രയോ ദൈത്യർ. അനേകം ദൈത്യന്മാർ യമപുരിയിലേക്ക് പോയി. ഈ ദേവാസുര യുദ്ധത്തിൽ ഈ പുരഞ്ജയൻ നേതാവായി, ഇല്ലേ? വേണ്ടെന്നു ചൊല്ലുവോർ യുഗാന്താഗ്നി കണക്കത്തും കണക്കെ എത്തും പുരഞ്ജയ ശരങ്ങളാൽ. എനിക്കിപ്പോൾ എന്താ പറയുക, യമാലയത്തിലേക്ക് പോകാൻ സമയമായിട്ടില്ല, ഞാൻ പോകണില്ല എന്ന് പറയാൻ പറ്റില്ല. ഈ പുരഞ്ജയൻ്റെ അസ്ത്രങ്ങൾ വന്നിട്ട് ഇവരേനെ നേരെ ഡെലിവറി ചെയ്യുകയാണ്. ഈ ആമസോൺ, ഫ്ലിപ്കാർട്ട് ഡെലിവറി ഇല്ലേ, അതേപോലെ ചിലവർക്ക് ലൊക്കേഷൻ കൊടുത്താലേ ഇവർ വരുള്ളൂ. ഇവിടെ ലൊക്കേഷൻ എന്തായി? യമാലയം. യുഗാന്താഗ്നി കണക്കേ ഒരു ഉപമയാണത്. എത്തും പുരഞ്ജയ ശരങ്ങളാൽ പേടിച്ചു പോർക്കളം വിട്ടു പാതാളം ബുക്കു സർവരും. ദൈത്യന്മാരെല്ലാവരും പാതാളത്തിൽ പോയി ഒളിച്ചു. ദൈത്യന്മാർക്കെഴും ഐശ്വര്യാദികൾ ആ രാജപുങ്കവൻ ഇന്ദ്രനു നൽകിയിടുകയാൽ ആവിധം പേരു വന്നതാം. നോക്കൂ, ഈ ദേവാസുര യുദ്ധത്തിന് ദേവന്മാരെ പുരഞ്ജയനോട് അല്ലെങ്കിൽ കാകുൽസ്ഥനോട് എന്താ പറയുക, സേനാധിപനാവണം, അല്ലെങ്കിൽ ഞങ്ങളോടൊപ്പം യുദ്ധം ചെയ്യണം,
അപ്പോൾ ഇദ്ദേഹം ഒരു കണ്ടീഷൻ പറഞ്ഞു, ഇന്ദ്രൻ വാഹനമാവണമെന്ന്. ഓ ശരി, ഇന്ദ്രൻ വാഹനനായി. അത് ആര് പറഞ്ഞിട്ട്? ബ്രഹ്മാവ് പറഞ്ഞിട്ട്. അപ്പോൾ ദൈത്യന്മാരെയൊക്കെ ഈ പുരഞ്ജയൻ അസ്ത്രപ്രയോഗങ്ങളിലൂടെ നേരെ യമാലയത്തിലേക്ക് അയച്ചു. അങ്ങനെ ദൈത്യന്മാരുടെ സ്വത്ത് വകകളൊക്കെ പിടിച്ചെടുത്ത് ഇദ്ദേഹം ഇന്ദ്രന് കൊടുത്തു. അവിടെയാണ് സനാതനധർമ്മത്തിൽ, ഭാരതീയ തത്വശാസ്ത്രത്തിലുള്ള ഏകാഗ്രചിത്തത്തോടുകൂടി ഈശ്വരാരാധന ചെയ്ത് തൻ്റെ ചെങ്കോലും രാജകിരീടവും കൂടിയും സമയം വരുമ്പോൾ മക്കൾക്ക് കൊടുത്ത് എന്താ പറയുക, ഗൃഹസ്ഥാശ്രമം വിട്ട് വനവാസവും സന്യാസവും പോണത്. അതാണ്. അപ്പോൾ ഞാനൊന്നും പറയില്ല, എനിക്ക് എന്താ പറയുക, ഭയങ്കര ചൂടുള്ളൊരു ദിവസം. എന്താ ചെയ്യുക, സാറില്ല, ഞാൻ പറയാം. അപ്പം ഇവിടെ പറയണു, അപ്പോൾ ഇന്ദ്രൻ ഈടുകയാലാവിധം പേരു വന്നാൽ, അത് പുരഞ്ജയൻ, പുരന്തരൻ അല്ല, അങ്ങനെ ഉണ്ടല്ലോ, ദേവന്മാരേനെ ജയിച്ചവൻ. പുരഞ്ജയാത്മജൻ, പുരഞ്ജയൻ്റെ മകൻ, അനേനസുതൻ തനയൻ പൃഥു, അനേനസ് അയാളുടെ മകൻ പൃഥു, ക്രമത്തിൽ ആ വിശ്വരന്തി ചന്ദ്രനും യുവനാശ്വനും, അതിങ്ങനെ ഹൈറാർക്കി പറഞ്ഞു. ശാപാസ്ത്രനാം തനയൻ, അയാളുടെ പേര് ശാപാസ്ത്രനാ, അയാളുടെ മകൻ തീർത്തു ശാപസ്തിയാംപുരി, തൻ്റെ പേരിൽ അരമനയും രാജൊക്കെ ഉണ്ടാക്കി. തന്മകൻ ബൃഹദാശ്വാക്യൻ, മകൻ കുവലയാശ്വകൻ. പിന്നെയും ആൾക്കാർ മാറി. ആ മഹാൻ 21,000 മക്കളോടും, എത്ര? 21,000 മക്കളെ. കുവലയാശ്വന്. ആ മഹാൻ 21,000 മക്കളോടും ബലി ഉദങ്കർഷി പ്രീതിയോർത്ത് വധിച്ചാൻ ദുന്ദുദൈത്യനെ. ഉദങ്കൻ എന്ന ഋഷിയുടെ വാക്ക് കേട്ട് പ്രീതിയോർത്ത് വധിച്ചാൻ ദുന്ദുദൈത്യന്. ദുന്ദു എന്നുള്ള ആസുരീയ പ്രകൃതിനെ കൊന്നു. അപ്പോൾ അവർ ദുന്ദുമാരാഖ്യനായി, അതുകൊണ്ട് അവരുടെ പേരെന്തായി? ദുന്ദുമാരൻ, ദുന്ദുവിനെ കൊല്ലവനായി. ദുന്ദുമാരാഖ്യനായി തൻ പുത്രരാ ദുന്ദുമുഖാഗ്നിയാൽ വെണ്ണീറായി 3 പേർ മാത്രം, ദൃഢാശൻ, കപിലാശനും ഭദ്രാശനും ബാക്കി. അപ്പോൾ ഈ 21,000 കുട്ടികൾ ഉണ്ടെന്നൊക്കെ പറഞ്ഞില്ലേ, അവരൊക്കെ പോയി. ഒടുക്കം കാലം 3 ആൾ ബാക്കിയായി. അതിലെങ്ങനെ? ദുന്ദുമാരാഖ്യനായി തൻ പുത്രരാ ദുന്ദുമുഖാഗ്നിയിൽ, ദുന്ദുമുഖൻ്റെ മുഖാഗ്നിയാൽ വെണ്ണീറായി നശിച്ചു. 3 പേർ മാത്രം, ദൃഢാശൻ, കപിലാശനും ഭദ്രാശനും ബാക്കിയായി. ദൃഢാശന് ഹര്യശനാം മകൻ, ഹൈറാർക്കി പറയണു, അവൻ മകൻ നികുംഭാഖ്യൻ. പിന്നെ 4 ആൾ ക്രമത്തിലാം, അറിയാം, ബർഹിണാശൻ, കൃഷാശൻ, സേനജിത്തും യുവനാശനും. 1 ബർഹണാശൻ, 2 കൃഷാശൻ, 3 സേനജിത്ത്, 4 യുവനാശനും. 100 ഭാര്യകളുണ്ടായും 100 ഭാര്യമാരുണ്ടായും ആ രാജാവൻ അനപത്യനായി. 100 ഭാര്യ ഉണ്ടായിട്ടും കുട്ടികളുണ്ടായില്ല. ഇതാണ് ഈശ്വരേച്ഛ എന്ന് പറയും. അതാണ് ഇനി പറയാൻ പോകുന്നത്. 100 ഭാര്യകളുണ്ടായും ആ രാജാവ് അനപത്യനായി, കുട്ടികളുണ്ടായില്ല. വനം പൂകിയിടവേ കണ്ടു, വാനപ്രസ്ഥത്തിന് പോകുമ്പോൾ കണ്ടു കുറച്ച് ഋഷീശ്വരന്മാരെ. അപ്പോൾ ഋഷീശ്വരന്മാർ ചോദിച്ചു, എന്താ മുഖത്തിനൊരു വല്ലായ്മ? അല്ല, 100 ഭാര്യമാരുണ്ടായി, എന്നാലും കുട്ടികളുണ്ടായില്ല. എന്നാൽ നീ വാനപ്രസ്ഥം. അപ്പോഴും ഇദ്ദേഹത്തിന് ഒരു ദുഃഖമുണ്ട്, കാര്യം നടന്നില്ലല്ലോ എന്നുള്ളത്. അപ്പോൾ ഋഷീശ്വരന്മാരുടെ കാര്യം ഞങ്ങൾ ശരിയാക്കി തരാം, അങ്ങനെയാണ്. അപ്പോൾ വനം പൂകിടവേ കണ്ടു കൃപാലുക്കൾ മഹർഷികൾ, കൃപാലുക്കളാണ് അവർ. അപ്പോൾ ഇവിടെ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത്, ഈ ഭാഗവത മാഹാത്മ്യത്തിൽ ആത്മദേവൻ എന്ന ബ്രാഹ്മണ ശ്രേഷ്ഠൻ തൻ്റെ ഭാര്യ ആയിട്ട് ഇങ്ങനെ കഴിയുമ്പോൾ അദ്ദേഹത്തിന് കുട്ടികളുണ്ടായില്ല.
അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ പശുവിനെ കറന്നാൽ പാല് കിട്ടില്ല, ഞാൻ ചെടികൾ വെച്ചാൽ അത് പുഷ്പിക്കില്ല, ആന ചേന എന്നൊക്കെ പറഞ്ഞു. എന്നിട്ടൊടുക്കും കാലം അദ്ദേഹം കാട്ടിലേക്ക് എന്തോ പോയി. അപ്പോൾ ഒരു യോഗീനെ കണ്ടു എന്നാ. അപ്പോൾ ആ യോഗി ചോദിച്ചു, എന്താ പ്രശ്നം തനിക്ക്? അല്ല, തന്നെ അനപത്യ ദുഃഖം. അപ്പോൾ ആ യോഗി ഇദ്ദേഹത്തിൻ്റെ തലവര വായിച്ചു എന്നാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, 7 ജന്മത്തിൽ തനിക്ക് പുത്രഭാഗ്യമില്ലല്ലോ, പിന്നെ ഇപ്പം എന്താ ചെയ്യുക? പിന്നെ എന്തിനാ നിങ്ങളുടെ യോഗ്യത്വം? അത് ഉപയോഗിച്ചിട്ട് നിങ്ങൾ എനിക്ക് ഒരു വരം തന്നിട്ട് കുട്ടി വേണമെന്ന് ഇയാൾ ശഠിച്ചപ്പോൾ അദ്ദേഹം ഒരു ഫലം കൊടുത്തു, അതായത് ഒരു പഴം കൊടുത്തു. ഇത് കഴിക്കൂ, 1 വർഷം ഈശ്വരോപാസന ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു. അത് പിന്നെ ഈ ആത്മദേവൻ്റെ മകൻ ഭാര്യ കൊള്ളരുതാത്തവൾ കാരണം അവൾ പശുവിന് കൊടുത്തു. ആ പശു പുറവെച്ച് ഗോകർണനുണ്ടായി. ഇത് അങ്ങനെ കഥ പലതുണ്ട്. അപ്പം ഞാൻ എന്താ പറഞ്ഞത്, അപ്പോൾ ആ യോഗീശ്വരനെ പോലെയല്ല, ഇവിടെ കൃപാലുക്കൾ എന്നാണ് പറഞ്ഞത്. ഇദ്ദേഹത്തിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്തണം എന്നുള്ള ആഗ്രഹം. അപ്പോൾ ഇതൊക്കെ ഈശ്വരനാണ്. ആൾമൈറ്റി ലീലയാ വിനോദമാടുന്നു എന്ന് പറയുന്ന പോലെ ഈശ്വരനാണ് തീരുമാനിക്കുന്നത് നമ്മൾ ആരുടെ മുമ്പ് ഇപ്പോൾ പെടണം. മനസ്സിലായില്ലേ? അപ്പോൾ വനം പോയിടവേ കണ്ടു കൃപാലുക്കൾ മഹർഷികൾ പുത്രാർത്ഥരെ ഇന്ദ്രിയാം ഇഷ്ട ചെയ്യിപ്പിച്ചു യഥാവിധി. ഈ രാജാവിനെ പുത്രന്മാരുണ്ടാവാൻ വേണ്ടി ഒരു യാഗം നടത്തിച്ചു. യഥാവിധി, ആ വാക്ക് വളരെ ആസ് ഇറ്റ് ഈസ്, വേണ്ട പോലെ തന്നെ. ദാഹിച്ച ഇരുട്ടിൽ ആ ഭൂപൻ യജ്ഞശാലയണഞ്ഞുടൻ. അപ്പോൾ യജ്ഞത്തിനുള്ള സംഭാരമൊക്കെ തുടങ്ങിയിരുന്നു. അപ്പം ഇദ്ദേഹം എന്തോ വെള്ളം കുടിക്കാൻ ദാഹിച്ച് യജ്ഞശാലയിലേക്കാണ് കടന്നത്. എന്നാൽ അരമനയിൽ പോയാൽ മതി, അത് ചെയ്തില്ല. ഈശ്വരൻ വഴി ഇങ്ങോട്ടാണ് വിട്ടത്. കാല് നമ്മുടെ ആണെങ്കിലും ഭഗവാൻ ഉള്ളിൽ ഇരുന്നിട്ട് നമ്മുടെ കാലുകളെ എങ്ങോട്ടാണ് നയിക്കണത് അങ്ങോട്ട് നമ്മൾ എത്തിപ്പെടുള്ളൂ, അല്ലേ? മനസ്സിന് ബലമില്ലാത്ത ഒരു അമ്പലത്തിലേക്ക് പോകാമെന്ന് പറയും, പോണത് കള്ള് ഷാപ്പിലേക്ക് ആവും, അല്ലേ? ചിലവർ പാപം കഴിയാൻ തുടങ്ങിയാൽ പുണ്യം അനുഭവിക്കാറായിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക? കള്ള് കുടിക്കാൻ പോകണം എന്ന് പറഞ്ഞിട്ട് പുറപ്പെടും, അവർ ചെന്ന് കയറി അമ്പലത്തിലേക്ക് പോകും. ഇതൊക്കെ മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ ദാഹിച്ച ഇരുട്ടിൽ ആ ഭൂപൻ യജ്ഞശാലയണഞ്ഞുടൻ പാനം ചെയ്താൻ. എന്ത്? മന്ത്രജലം അറിഞ്ഞില്ലതൊരുത്തരും. മന്ത്രപൂരിതമായിട്ടൊരു കുടത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്, അത് ഇയാളെടുത്ത് കുടിച്ചു. കുടത്തിൽ വെള്ളമില്ലാതെ കണ്ടു ചോദിച്ചു കർമ്മികൾ. നേരം വിളിച്ചായി. കർമ്മികൾ വന്ന് തലേ ദിവസം മന്ത്രമൊക്കെ ചൊല്ലിയിട്ട് വെച്ചിട്ടുള്ള കുടത്തിൽ വെള്ളമില്ല, ഇതാരാ കുടിച്ച എന്തായി എന്നായി. കുടത്തിൽ വെള്ളമില്ലാതെ കണ്ടു ചോദിച്ചു കർമ്മികൾ. സന്തത്യർത്ഥം ജപിച്ചുള്ള, സന്തതികൾ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള മന്ത്രങ്ങൾ ജപിച്ചിട്ടാണ് വെച്ചിട്ടുള്ളത്. സന്തത്യർത്ഥം ജപിച്ചുള്ള ജലം ആർ ചെയ്തതങ്ങിനെ. ആരാണ് ഈ കൊടിയ പാപം ചെയ്തത്, അല്ലെങ്കിൽ കൊടിയ കൃത്യം ചെയ്തത്? നൃപൻ കുടിച്ചുള്ളതറിഞ്ഞോതിനാർ ഈശ്വരേശയാം. ആഹാ, വേറെ ആരുമല്ല, ഈ യജ്ഞം നടത്തുന്ന യജമാനൻ തന്നെയാണ്, രാജാവന്നെയാണ് ഇതെടുത്ത് കുടിച്ചിരുന്നത്. അത് ഈശ്വരേച്ഛാവാനേ വഴിയുള്ളൂ, അല്ലേ? അതുകൊണ്ട് നമ്മൾ ദുഃഖിച്ചിട്ട് കാര്യമില്ല. നമസ്കരിച്ചു ദൈവത്തെ വാഴ്ത്തിയും കൊണ്ടു സർവരും. ഈശ്വരനെ എല്ലാവരും വാഴ്ത്തി സ്തുതിച്ചു നമസ്കരിച്ചു. കാലമാകവേ ആസ് ടൈം ഗോസ്, കാലം പരിപക്വതാവസ്ഥയിലെത്തിയപ്പോൾ കാലമാകി സമയായി. വലം കുക്ഷി, വയറിൻ്റെ വലതുഭാഗം യുവനാശനു കീറവേ. യുവനാശൻ്റെ വയറ് കീറി ഒരു കുട്ടി പുറത്തേക്ക് വരാണ്. പിറന്നു തനയൻ ചക്രവർത്തി ചിഹ്നങ്ങളാർന്നവൻ. അതാണ് ഈശ്വരഹിതം, ഈശ്വരേച്ഛ എന്ന് പറയാൻ കാരണം. ഇനി ഒരു പ്യുവർ സയൻസ് പറയുകയാണെങ്കിൽ, സ്ത്രീകളുടെ വയറ്റിൽ ഗർഭധാരണം നടന്നതിൻ്റെ ശേഷം ഒരു 6 മാസം, 5-ാം മാസം കഴിഞ്ഞ് 6-ാം മാസം ആകുമ്പോഴാണ് ഈ കുട്ടി അളക തുടങ്ങുക. അത് വലതു ഭാഗത്ത് ആണ് അനക്കുണ്ടായത് വിചാരിച്ചാൽ ആൺകുട്ടിന്ന് പ്രമാണമാണ്.
അത് ഇപ്പോൾ ഇവിടെ ശരിയായില്ലോ അല്ലേ? അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ് കേൾക്കണതും ഇതേമാതിരിയുള്ള പുരാണങ്ങൾ വായിച്ചിട്ടുള്ള മഹാന്മാർ പറഞ്ഞതാണ്. അപ്പോൾ വിഷ്ണു പുരാണത്തിൽ പറയുന്നുണ്ട് എന്താ, വേദങ്ങൾ, പിന്നെ ഉപനിഷത്തുകൾ, ഇതിഹാസങ്ങൾ, പുരാണങ്ങൾ, ഇതെല്ലാം മഹാവിഷ്ണുവാണെന്നാ. ഇത് ഞാനല്ല പറഞ്ഞത്, പരാശരമുനി മൈത്രേയ മഹർഷിയോട് പറയാണ്. ഇതൊന്നും അറിയാതെ കണ്ട് പുരാണങ്ങളല്ല, പുരാണങ്ങൾ പറഞ്ഞതൊന്നും ശരിയല്ല എന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. പക്ഷെ അതൊന്നും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബാലാഗ്ര ശതഭാഗസ്യ വിസ്തരസ്യ ഏകോ ജീവ പ്രമാണം. ആ ബ്രഹ്മചൈതന്യം നമ്മുടെ ഉള്ളിലാണ്. അപ്പോൾ അനർത്ഥങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ജന്മെടുത്ത ആൾക്കാർ ചിലപ്പോൾ സജ്ജനങ്ങളുടെ വഴി തടഞ്ഞു എന്ന് വരും. അത് ഈശ്വരഹിത. ഒന്നല്ലെങ്കിൽ അവരിൽ നിന്ന് നമ്മളൊരു പാഠം എടുത്ത് സംയമന മനോഭാവത്തോടു കൂടി നമ്മുടെ കൃത്യമായ ആശയത്തിൽ നിൽക്കുക. ഏത്? ഈശ്വരഹിതത്തിനെ മാനിച്ചുകൊണ്ട്, ആരെയും നിഷേധിക്കാതെ കണ്ട്, ആരെയും ശാസിക്കാനുള്ള ഇടവരുത്തരുത്. ആരെയെങ്കിലും ശാസിച്ചാൽ, ഇപ്പോൾ ഇതിൻ്റെ മുമ്പത്തെ പല കഥകളിലും പറയേണ്ടായിട്ടുണ്ട്. ദുർവാസാവ് മഹർഷി അല്ലേ, അംബരീഷ ചക്രവർത്തിനെ പൂട്ടാൻ വേണ്ടി ദ്വാദശിക്ക് പാരണ ലേറ്റാക്കി അദ്ദേഹം. അപ്പം എന്താ ഉണ്ടായത്? മഹാവിഷ്ണു, അതാണ് ശിവനല്ല കൊടുത്തത്, മഹാവിഷ്ണു അല്ലെങ്കിൽ സുബ്രഹ്മണ്യസ്വാമി അല്ല കൊടുത്തത്. അതൊന്നും പറ്റില്ല കഥയിൽ. അപ്പോൾ ആൾമൈറ്റി എന്ന് പറയാൻ ഈശ്വരൻ അത് പറയുന്നുണ്ട്. ഈ പ്രകൃതി ഗുണങ്ങളിൽ കൂടെയാണല്ലോ നമ്മൾ, പ്രകൃതിയുടെ നേതാവാണല്ലോ ഈശ്വരൻ. അപ്പോൾ ആ പ്രകൃതി ഗുണങ്ങളിൽ മാത്രം മോഹിച്ചിരിക്കരുത്. അതിനാണ് വേദങ്ങളിൽ പല പ്രമാണങ്ങളും പറയും. ദൃക്കിനെ അനുസന്ധാനം ചെയ്യൂ, ഈശ്വരനെ അനുമോദിക്കൂ. അതൊക്കെ ആര് കേൾക്കാൻ? ആരേനെയാ? ബലമുള്ള ആൾ ബലവാനോട് ഒന്നും പറയില്ല. മറ്റുള്ളവൻ അബലനാണ് പറഞ്ഞിട്ട് തട്ടിക്കയറും. അത് മോശമാണ്. അത് ചെയ്യാൻ പാടില്ല എപ്പോഴും. ഈശ്വരൻ സമ്മതിക്കില്ല അത്. അപ്പം എന്താ അത് പറയാൻ കാരണം? പിറന്നു തനയൻ ചക്രവർത്തി ചിഹ്നങ്ങളാർന്നവൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അവിടെ നിർത്താം. മനസ്സിലായില്ലേ? ഇന്നലെയും 33 മിനിറ്റ് ഞാൻ ഈ ഭാഗം പറഞ്ഞതാണ് എനിക്ക് നഷ്ടം വന്നത്. സാരമില്ല. അതും ഈശ്വരൻ്റെ ഒരു എറർ ആൻഡ് ട്രയൽ ടെസ്റ്റിംഗ് ആണ് എന്നെ. മനസ്സിലായില്ലേ? ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചേർക്കുന്നു. നമസ്കാരം. നാളെ കാണാം.